എവരിവൺ, എന്റെ കൂട്ട് ചോറ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കൊണ്ടുവന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ, ഒരു ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒരു സവാള, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു സോട്ടഡ് ചിക്കൻ റെഡിയാക്കാം. ഒരു കാസ്റ്റ് അയണിൻ്റെ കടായിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റായി കഴിയുമ്പോഴത്തേനും ചിക്കൻ ഇടാം. ഈ ചിക്കൻ എന്ന് പറയുന്നത് നാരങ്ങാനീര്, ഉപ്പ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടിയും കൂടെ ഇട്ടതാണ്. പക്ഷേ ഇത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉപ്പും നാരങ്ങാനീരും കുരുമുളക് പൊടിയും ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചിക്കൻ ബ്രസ്റ്റ് വേകാൻ അങ്ങനെ അധികം സമയമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ്സൊക്കെ അടച്ചു വെച്ചിരുന്നാൽ മതി. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഇളക്കി കൊടുക്കാം. ചിക്കൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ കണ്ടിച്ച് വെച്ചിരിക്കുന്ന വെജീസ് ഇടാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് സെയിം ഉള്ള മസാലകളൊക്കെ ഇട്ടു. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒറിഗാനോയും ഗാർലിക് പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് വെജിറ്റബിൾസ് കൂടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. വെജീസ് അങ്ങനെ വെന്ത് വരാൻ അധികം സമയം എടുക്കത്തില്ല. ഒരു 5 മിനിറ്റ്സും കൂടെ ഇനി എടുക്കത്തുള്ളൂ. അത്രയും നേരം കൂടെ അടച്ചു വയ്ക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബട്ടറിന്റെ ഓയിലിന്റെ ഒക്കെ യൂസ് കുറച്ചിട്ട് കലോറി കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തുറന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ വറ്റിക്കൊണ്ടിരിക്കും, അത് അടി പിടിക്കാൻ തുടങ്ങും, കരിയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം, കൂടുതൽ ബട്ടർ ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് അവിടെ നിന്ന് കുക്ക് ആയിക്കോളും. വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ കൊടുക്കാം, അതിന് കുഴപ്പം. അങ്ങനെ നമ്മുടെ സോൾട്ടഡ് ചിക്കൻ വിത്ത് വെജീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം സഫീഷ്യന്റ് ആണ്. മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിന്റെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ എടുത്താൽ ഡിന്നറൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ശരിക്കും വെയിറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഡിന്നറിന് മുമ്പോ ഡിന്നർ കഴിഞ്ഞിട്ടോ എന്നല്ല, ഇതാണ് ഡിന്നർ എന്ന് വിചാരിച്ച് കഴിക്കാം. ബൈ ഗായ്സ്.